ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് കളങ്കാവൽ മൂവി കണ്ടിട്ട് വന്നിരിക്കുവാണ് കേട്ടോ. മൂവിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു മൂവി നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇതിൽ മമ്മൂട്ടി ഒരു റോളിൽ വന്നത് കൊണ്ട് മാത്രമാണ് മൂവി ഒന്ന് പ്രശസ്തമായത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ വന്നിട്ട് മൂവിയെക്കുറിച്ച് പറയുവാനുണ്ടെങ്കിൽ നമ്മുടെ സൈനിയുടെ മോഹൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയത്തില്ല പുള്ളിക്കാരൻ്റെ സ്റ്റോറിയെ പറ്റി. അതൊരു കുറച്ച് ഭാഗം ഇതുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ട്. പിന്നെ വന്നിട്ട് നെഗറ്റീവ് റോളാണ് നമ്മുടെ മമ്മൂട്ടി വരുന്നത്. പുള്ളിക്കാരൻ നെഗറ്റീവ് റോളിൽ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പുള്ളിയെ വെറുത്തു പോകും. അത്രയ്ക്ക് ആ നെഗറ്റീവ് റോൾ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കൊലപാതകങ്ങൾ ഇങ്ങനെ ചെയ്ത് പുള്ളി നെഗറ്റീവ് റോൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. കാണാനിരുന്നപ്പോൾ തന്നെ തിയേറ്ററിൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു ആർപ്പ് വിളിയും ക്ലാപ്പും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല നല്ല രസമായിട്ട് തോന്നി. പിന്നെ മൂവിയിൽ ലെങ്ത് ഉള്ളത് പോലെ തോന്നി, കുറച്ച് കൂടുതൽ ലെങ്ത് ഉണ്ട്. പക്ഷെ ലെങ്ത് ഉള്ളത് കൊണ്ട് ഒരു ലാഗ് പോലും ഉണ്ടായിട്ടില്ല മൂവിയിൽ. നമ്മൾ നൈസിന് മൂവി ഒരു കൊലപാതകം ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ലെങ്ത് കുറച്ചുണ്ട്, കാരണം ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ലെങ്ത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലാഗിങ് ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ ഒരു മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരു കൊലപാതകം എങ്ങനെ ചെയ്യാമെന്ന് സിനിമ കാണിക്കുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികളെ കൊല്ലുന്നുണ്ട്. അത് കാരണം നമുക്ക് പേടിയാവും. കാരണം നമ്മളൊരു പെൺകുട്ടിയല്ലേ, അപ്പം നമുക്കും പേടിയാവും, സ്വാഭാവികമായിട്ട് പേടിയാവും. എനിക്ക് ഇതേപോലത്തെ ഒരു ഫീൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാക്ഷസൻ മൂവി ഇറങ്ങിയ ടൈമിൽ എനിക്ക് കുറച്ച് ഇതുപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അയ്യോ എന്നാലും അങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഈ മൂവിയിലും എനിക്ക് ആ തോന്നൽ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. അപ്പം ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു മോറൽ സ്റ്റോറി തന്നേക്കാം. ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു മോറൽ സ്റ്റോറി നമുക്ക് തന്നിരിക്കാം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ.